श्री गुरु चरण सरोज गज निज मन मुकुरु सुधारे। वर्णौ रघुवर विमल जसु जो दायक फल चारे। बुद्धिहीन तनु जानिके सुमिरो पवन कुमार। बल बुद्धि विद्या देहु मोहि हरहु कलेश विकार। ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഞാൻ പാട്ട് പാടിയെന്നല്ലേ? ഇത് പാട്ടല്ല, ഇത് ഹനുമാൻ ചാലീസയാണ്. സ്വാമിയുടെ ഭക്തർക്ക് അറിയായിരിക്കും ഇത് ഹനുമാൻ ചാലീസാണ്. ഇത് പറയാനൊരു കാരണമുണ്ട്. എനിക്ക് രാവിലെ മുതലേ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ആരോഗ്യമായിട്ടൊരു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമായിട്ടും പോട്ടെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ഓക്കെ ആയില്ല. ഞാൻ ഹനുമാൻ ചാലീസ ചൊല്ലി. അതെവിടെ പോയിന്നറിയാം, ആ വേദന എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാമിയുടെ അടുത്ത് വന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ, നന്ദി പറയണ്ടേ. ഞാനൊരു കടുത്ത ആഞ്ജനേയ ഭക്തയാണ്, മുരുകഭക്തയാണ്. കണ്ടില്ലേ വേല് കഴുത്തിലിട്ടേക്കുന്നത്. ആസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് മുരുക ഭഗവാനെയാണ്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും അറിവിൻ്റെ നിറക്കുടമാണ് മുരുകൻ. സുബ്രഹ്മണ്യ സ്വാമിയാണ് ജ്യോതിഷത്തിൻ്റെ ദേവതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ജ്യോതിഷം നോക്കുമ്പോൾ നമ്മൾ മുരുകനെ വച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. ഭഗവാനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ആസ്ട്രോളജി ജ്യോതിഷം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇത് മുരുക ഭഗവാനും ഇത് വേലും ഇട്ടേക്കുന്നത്. നിങ്ങളുടെ ഭാവി പറയുന്നതാണല്ലോ എൻ്റെ ജോലി. അപ്പോൾ ഭഗവാനെ സങ്കല്പിച്ചിട്ടും ആഞ്ജനേയ സ്വാമിനെ സങ്കല്പിച്ചിട്ടും എൻ്റെ ഗുരുനാഥയെ സങ്കല്പിച്ചിട്ടും എൻ്റെ ഗുരുക്കന്മാർ കുറച്ച് പേരുണ്ട്, കുറച്ച് പേരല്ല 2 പേരേ ഉള്ളൂ, അവരെയും കൂടി സങ്കല്പിച്ചിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിൽ ടാരോ എടുക്കുമ്പോൾ, കയ്യിലെടുക്കുമ്പോൾ എല്ലാവരെയും സ്മരിച്ചിട്ടാണ് ടാരോ എടുക്കാറ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ആഞ്ജനേയൻ്റെ അല്ലേ തുടങ്ങിയത് നമ്മൾ. ആഞ്ജനേയ എന്ന് പറഞ്ഞാൽ കാര്യസിദ്ധി അല്ലേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കാര്യം നടക്കാൻ എന്ത് ഗൈഡൻസാണ് വേണ്ടതെന്ന് നമുക്ക് മേഘദൂത് ഒറാക്കിൾ കാർഡിനോട് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലൊരു കാര്യം വിചാരിക്കുക, നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിചാരിക്കുക. നമുക്ക് ടാരോ കാർഡിനോട് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക, മൈൻഡ് കാമാൻ ക്വയറ്റാക്കി വയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഫോക്കസ് ഓൺ യുവർ ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ എന്താണെന്ന് ചോദിക്കാം. എടുക്കാട്ടോ. ഇവിടെ ബട്ടർഫ്ലൈ കാർഡ് വന്നത് ഇതാണ്. നമ്പർ 23 5 ആണ്. വളരെ നിരാശ തോന്നിയേക്കാവുന്ന ഒരു ജീവിത സാഹചര്യം വന്നേക്കും. ഇത് നോക്കാം, പുറകിൽ മലയാണ്. ലൈഫിൽ ഒരു പ്രശ്നം വരും, ഒരു മല പോലത്തെ ഒരു വലിയൊരു പ്രശ്നം വരും. എന്ത് ഓക്കെയെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയണ ഒരു വലിയ കൂറ്റൻ മല പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും. അപ്പോൾ അത് നിങ്ങളുടെ കാര്യത്തിന് തടസ്സമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വഴുതി മാറിപ്പോവേണ്ട ഒരു അവസ്ഥയാണ് ആയിരുന്നു എന്നാണ് മേഘദൂത് ബട്ടർഫ്ലൈ കാർഡ് പറയുന്നത്. മേഘദൂത് കാർഡ് പറയുന്നത് അതാണ്. അപ്പോൾ ഇതിലും പുറകെ നിറയെ 2 മലകളാണുള്ളത്. 2 മലകൾ എന്ന് പറയുമ്പോൾ ഇവിടെയും 2 ബട്ടർഫ്ലൈസിൻ്റെ സിമ്പലുണ്ട്. 2 ബട്ടർഫ്ലൈസ് ഒരു പാറയുടെ ഇതിലിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നോക്കാം, അതൊരു പായൽ പിടിച്ച പാറയാണ്. കാണുന്നുണ്ടോ? പാറയിൽ പായലുണ്ട്. നോക്കാം, പായലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വഴുതി പോകുന്ന ഒരു സർഫേസാണ്. അപ്പോൾ എന്ത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് സഡൻലി അതിൽ നിന്നെല്ലാം താഴ്ത്തിട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന, അല്ലെങ്കിൽ താഴെ വീഴുന്ന, വീണ്ടും സീറോയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ മൈൻഡ് ഡിപ്രഷൻ ആവാനുള്ള സാധ്യതയുണ്ട്, സങ്കടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാര്യസ്ഥിതിക്ക് ഫോക്കസ് ചെയ്യുക, ട്രൈ ചെയ്യാമെന്നാണ് ചിത്രശലഭം പറയുന്നത്. അലേർട്ടായിട്ടിരിക്കുക, ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സോൾ എന്ത് പറയുന്നു അത് കേൾക്കുക. അതാണ് മെയിനായിട്ട്. 5 വന്നത് സോളാണ്. നിങ്ങളുടെ ആത്മാവ് എന്ത് പറയുന്നു. ചിലതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചിലതൊക്കെ നമ്മൾ കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യസിദ്ധി വരുള്ളൂ. നമ്മളൊരു നല്ല ഇതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പലരും നമ്മളതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുണ്ടാകും.
പലരും നമ്മളെപ്പറ്റി നല്ലതാരും പറയാൻ പോകില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മൾ എന്ത് ചെയ്താലും, നല്ല ചെയ്താലും ചീത്ത ചെയ്താലും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. എസ്പെഷ്യലി അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും മെയിനായിട്ട്. അത് ഉറപ്പാണ്. അവരുടെ എന്തും പറയണ കേൾക്കണ്ട. നിങ്ങളുടെ മൈൻഡ് എന്ത് പറയുന്നു, നിങ്ങളുടെ ആത്മാവ് എന്ത് പറയുന്നു, നിങ്ങളുടെ സോൾ എന്ത് പറയുന്നു, അതനുസരിച്ചിട്ട് പോവുക. പലരും പലത് പറയട്ടെ, ഡിസ്ട്രാക്ട് ചെയ്യട്ടെ, അതിലൊന്നും ഫോക്കസ് ചെയ്യണ്ട. നമ്മുടെ ആത്മാവിൻ്റെ ദിശയിൽ നമ്മുടെ സോളിനൊരു പർപ്പസ് ഉണ്ട്. അത് നമ്മുടെ സോളിന് മാത്രമേ അറിയുള്ളൂ, അത് മറ്റുള്ളവർക്ക് അറിയില്ല. അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ കറക്റ്റ് നമുക്കൊരു നല്ല ഫ്യൂച്ചർ വരണം, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർ വിചാരിക്കുന്നത് നമുക്ക് നല്ല എന്താ പറയണേ, ഇപ്പോൾ ഒരു സ്പിരിച്വലായിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ നല്ല അവർക്കൊക്കെ ഇത്തിരി എല്ലാം ഭൗതികയൊക്കെ വിട്ടിട്ട് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ അവരുടെ കുടുംബക്കാർ ലക്ഷറീസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്താ പറയുക, നീ ഇങ്ങനെ നടന്നാൽ മതിയോ, നിനക്ക് ആത്മീയതയൊക്കെ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ലല്ലോ. അവർ പറയും ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടാനുള്ള, ഒളിക്കാനുള്ള ഇതാണ് ആത്മീയത, ഇങ്ങനെ നടന്നാൽ മതിയോ, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, വീട് വയ്ക്കണ്ടേ, കാർ വയ്ക്കണ്ടേ, വലിയ വീട് വേണ്ടേ, കാശുണ്ടാക്കണ്ടേ, അങ്ങനെയൊക്കെ ചിന്തയായിരിക്കും. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ സോളിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആ ഒരു പേഴ്സണ് മാത്രമല്ലേ അറിയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഭൂമിയിൽ വന്നതിന് ഒരു കറക്റ്റ് സ്ട്രോങ് റീസൺ ഉണ്ട്. ആ ആത്മാവിനോട് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്, എന്തൊക്കെയോ അറിവ് നേടാനുണ്ട്, എന്തൊക്കെയോ സങ്കടങ്ങൾ നേരിടാനുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുണ്ട്. ഒരാത്മാവിൻ്റെ ജേർണി എന്ന് പറയുന്നത് ഒരിക്കലും ഈസിയല്ല. എസ്പെഷ്യലി സ്പിരിച്വലായിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ ഒട്ടും പറയുകയും വേണ്ട. കല്ലും മണ്ണും മുള്ളും കുപ്പിച്ചില്ലും ആണിയും എല്ലാം നിറഞ്ഞൊരു വഴിയായിരിക്കും സ്പിരിച്വലി നടക്കുമ്പോൾ. അതെല്ലാം നമ്മൾ താണ്ടി തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലൈഫ് ഒരിക്കലും ഈസി അല്ല. ഒരു അപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇറക്കം ഡൗണും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ എയിമിൽ ഫോക്കസ് ചെയ്യുക. വേറെ ആരും പറയുന്നതിൽ മനസ്സ് പറയുന്നത് കേൾക്കുക. അതാണ് ടാരോ പറയുന്നത്. 23 എനർജി, 5 പറയുന്നത് മനസ്സാണ്. മനസ്സ് പറയുന്നത് കേൾക്കുക. നിങ്ങളെ തള്ളിയിടാൻ ആൾക്കാരുണ്ടാകും, നിങ്ങളുടെ മനസ്സ് ഡൗൺ ആക്കാൻ ആൾക്കാരുണ്ടാകും, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കാൻ ആൾക്കാരുണ്ടാകും, നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാകും, നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടാകും, നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കാത്തവരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. ഇവരെല്ലാവരും നമുക്ക് വേണം. അവരൊക്കെ നമ്മളൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ വളവാണ്. അതുമാത്രം ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ യൂണിവേഴ്സും ബട്ടർഫ്ലൈയും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നിരാശ തോന്നിയേക്കാവുന്ന ഒരു ഇത് വരും. അതായത് എല്ലാവരും നിങ്ങളെ ടോർച്ചർ ചെയ്യും. അതിനൊക്കെ മൂവ് ചെയ്തിട്ട് മുന്നോട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ സോൾ പറയുന്നത് കേൾക്കുക, നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കേൾക്കുക. മറ്റുള്ളവർ പറയണത് കേൾക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കേൾക്കണം. അത് നമുക്ക് കറക്റ്റാണോ എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയാവട്ടെ. പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാകും. ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. ബുദ്ധിയോടെ അതിനെ സമീപിച്ചാൽ മുട്ടില്ലാണ്ട് ജീവിക്കാം. അത്രയേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാരോ പറയുന്നത് ഇതാണ്. പോസിറ്റീവായിട്ടിരിക്കുക. ഞാനെപ്പോഴും പറഞ്ഞ പോലെ ചിരിച്ചിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഈ നമുക്ക് ലൈഫ് തന്ന പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. ഈ നിമിഷവും കടന്നു പോകും കേട്ടോ. അതാണ് പറയാനുള്ളത്. അതാണ് ബട്ടർഫ്ലൈക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുക, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആത്മാവ് എന്ത് പറയുന്നു, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ട് പോവുക. അതിനനുസരിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കണമെന്നും ചെയ്യരുത് കേട്ടോ. നമ്മുടെ ലൈഫിന് ബെറ്റർ ആവുന്നത് ചെയ്യുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. നല്ല തീരുമാനങ്ങൾ അതുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വേറെ ആർക്കും ഹേർട്ടാവരുത്, അതും കൂടി ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കണ്ടാലോ. ചേട്ടാ, നാളെ കാണാം കേട്ടോ.